രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം അത്യസാധാരണ വെല്ലുവിളികൾ നേരിടുകയാണ്. ആഗോള സൂചികകളിലെല്ലാം ഈ വസ്തുതകൾ പ്രതിഫലിച്ചു കാണാവുന്നതാണ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് കൂടുതൽ ദുസ്സഹമാക്കുന്ന നടപടികൾ വിവിധ രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് എണ്ണ കമ്പനികൾ പ്രതിദിനം എന്നോണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ധന വില വർധന. ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായ ഇന്ധനങ്ങൾക്കെല്ലാം ഓരോ ദിവസവും വില കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന തരത്തിൽ ഗാർഹിക പാചകവാതകത്തിന് വില കൂടിയിരിക്കുന്നത്. 14.2 കിലോഗ്രാം തൂക്കമുള്ള സിലിണ്ടറിന് 29 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് വില വർധനവ്. 60 രൂപയാണ് നേരത്തെ കൂടിയത്. ആകെ വർധനവ് 89 രൂപയായി. ഇതോടെ ശരാശരി വില സിലിണ്ടറിന് 950 രൂപയ്ക്കടുത്തായി. BJP അധികാരത്തിൽ എത്തിയതിനു ശേഷം ഏകദേശം ഇരട്ടിയോളം വർധനയാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിനുണ്ടായത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്കും വാണിജ്യ ആവശ്യത്തിനുള്ള LPGക്കും ഇതിന് പുറമെ വർധനയുണ്ടായി. ജൂൺ 1-ന് 19 കിലോ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് 42 രൂപ വർദ്ധിപ്പിച്ച് ആകെ വില 3731 രൂപ 50 പൈസയാക്കി. 3 മാസത്തിനിടെ 1200ഓളം രൂപയാണ് വർധനയാണ് വരുത്തിയത്. എന്നാൽ വിപണിയിൽ വിലക്കയറ്റവും ഭക്ഷ്യവസ്തുക്കളുടെ നിരക്ക് വർധനയും സൃഷ്ടിക്കുന്ന എണ്ണ കമ്പനികളുടെ കൊള്ളയിൽ നിന്ന് ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല. അതേസമയം എണ്ണ കമ്പനികളെക്കാൾ ആവേശത്തോടെ വില വർധന ന്യായീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതാകട്ടെ കമ്പനികളുടെ കൊള്ളയ്ക്ക് കൈയടിക്കുന്ന വിധത്തിലും. ആഗോളതലത്തിൽ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ സിലിണ്ടർ വില വർധനവ് അനിവാര്യമാണെന്ന് ന്യായീകരിച്ച് രംഗത്തെത്തിയ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വർധന കൊണ്ട് കമ്പനികളുടെ യഥാർത്ഥ നഷ്ടം നികത്താൻ പര്യാപ്തമല്ലെന്ന് പറഞ്ഞ് ഇനിയും വർധനയ്ക്ക് പ്രേരണ നൽകുകയാണ് ചെയ്തത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $100 മുകളിലായെന്ന വസ്തുത അംഗീകരിക്കേണ്ടതാണ്. എന്നാൽ വില കുറയുന്ന ഘട്ടത്തിൽ അതിൻ്റെ നേട്ടം രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് നൽകാൻ കമ്പനികളോ അവരെ പ്രേരിപ്പിക്കാൻ സർക്കാരോ സന്നദ്ധമാകുന്നില്ല എന്നതുകൊണ്ടാണ് വിലക്കയറ്റം ക്രൂരതയാകുന്നത്. നേരത്തെ അസംസ്കൃത എണ്ണ വില ബാരലിന് $100 എത്തിയപ്പോൾ പ്രാബല്യത്തിൽ വരുത്തിയ വില തന്നെയാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വരെ ഉപഭോക്താക്കൾക്ക് നിന്ന് കമ്പനികൾ ഈടാക്കിയത്. വില $50-60 എത്തിയപ്പോൾ പോലും കുറയ്ക്കുന്നതിന് തയ്യാറായില്ല. അതിനർത്ഥം ആഗോളതലത്തിൽ വില കുറഞ്ഞ മാസങ്ങളിൽ എണ്ണ കമ്പനികൾ വൻതോതിൽ ലാഭക്കൊയ്ത്ത് നടത്തിയെന്നാണ്. അതേ കമ്പനികളാണ് ഇപ്പം യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് വില കൂട്ടിയിരിക്കുന്നത് എന്നതിനാലാണ് ഇത് അന്യായമാകുന്നത്. സാധാരണക്കാർക്കു മേൽ ഭീമമായ വിലക്കയറ്റത്തിന്റെ ഭാരം എടുത്തുവയ്ക്കുന്ന എണ്ണ കമ്പനികൾക്ക് ഒത്താശ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ വിദേശ വിമാന കമ്പനികളെയും എണ്ണ കമ്പനികളെയും സഹായിക്കുന്നതിന് 10,000 കോടിയുടെ വില സ്ഥിരതാ ഫണ്ടും സഹായങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകത്ത് എല്ലായിടത്തും വില വർദ്ധിച്ചിട്ടുണ്ടെന്ന കണക്കുകൾ ഉദ്ധരിച്ച് ന്യായീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അത് ഓരോ രാജ്യത്തെയും ആളോഹരി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ ഇന്ധനം വാങ്ങൽ ശേഷി സംബന്ധിച്ചുള്ളതാണ്. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയെ വളരുന്നുവെന്ന് BJP സർക്കാർ അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ആളോഹരി വരുമാനത്തിന് തുല്യ വേതനമുള്ള ശരാശരി ഇന്ത്യക്കാരന് 8 ലിറ്റർ പെട്രോളോ ഡീസലോ മാത്രമേ വാങ്ങാൻ കഴിയൂ എന്നും ലോകത്തെ വലിയ 10 സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും താഴ്ന്ന കണക്കാണിതെന്നുമാണ് റിപ്പോർട്ട്. മറുവശത്ത് ഒരു ശരാശരി US പൗരന് പ്രതിദിനം വരുമാന കണക്കിൽ 199 ലിറ്റർ പെട്രോൾ, 171 ലിറ്റർ ഡീസൽ എന്നിവ വാങ്ങുന്നതിന് സാധിക്കുമെന്നാണ് ഗ്ലോബൽ പെട്രോൾ പ്രൈസ്.com കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, UK, ജപ്പാൻ എന്നിവിടങ്ങളിൽ ദിവസ വരുമാനത്തിന് 50 ലിറ്റർ കൂടുതൽ പെട്രോളോ ഡീസലോ വാങ്ങാൻ കഴിയുമെന്നും റിപ്പോർട്ടിലുണ്ട്. ബ്രസീലുകാരൻ ഏകദേശം 20 ലിറ്റർ പെട്രോളോ ഡീസലോ വാങ്ങാവുന്നതാണ്. ഇതും ഇന്ത്യയേക്കാൾ കൂടുതലാണ്. ലിബിയൻ പൗരൻ ഏകദേശം 789 ലിറ്റർ പെട്രോളോ ഡീസലോ വാങ്ങാൻ കഴിയുന്നു. ഇത് 158 രാജ്യങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ഉയർന്ന തോതാണ്. രാജ്യത്തിന്റെ വളർച്ചയും ആഗോള വിലയുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ താരതമ്യവും പൊള്ളയാണെന്ന വസ്തുത ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നുണ്ട്. ജനങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ എടുക്കാതെ എണ്ണ കമ്പനികളുടെ കൊള്ളയെ ന്യായീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയും ഇതിലൂടെ വെളിപ്പെടുന്നുണ്ട്.